2014 നരേന്ദ്രമോദി വിജയിച്ച തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ബി.ജെ.പിക്ക് കിട്ടിയ സീറ്റുകളുടെ എണ്ണം ഇവിടെ നിങ്ങൾക്ക് കാണാം. 71 സീറ്റുകളാണ് അവിടെ അവർ വിജയിച്ചത്. മൊത്തം 80 സീറ്റുകളുണ്ട്. അതിൽ 71 വിജയിച്ചു. 2014 മുമ്പ് അവർക്ക് 10 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. ഏകദേശം 61 സീറ്റുകൾ എക്സ്ട്രാ കിട്ടി. അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 42.6% എന്ന് കാണാൻ സാധിക്കും. രണ്ടാമത് വന്നിട്ടുള്ളത് മുലായം സിംഗ് യാദവിന്റെ SP ആണ്. ഇപ്പോൾ നമ്മുടെ അഖിലേഷ് യാദവാണ് അതിന്റെ നേതൃത്വം. നേരത്തെ മുലായം സിംഗ് യാദവ് ആയിരുന്നു. അപ്പോൾ SP-ക്ക് ആ സമയത്ത് 22% വോട്ട്, അതുപോലെ കോൺഗ്രസിന് 7% വോട്ട് എന്നിങ്ങനെയാണ് 2014 കിട്ടിയത്. ഇനി നമുക്ക് 2019 കണക്ക് നോക്കാം. 2019 ബി.ജെ.പിയുടെ വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് ഏകദേശം 49%. 49% വോട്ട് ബി.ജെ.പിക്ക് കിട്ടി. പക്ഷെ 9 സീറ്റ് കുറഞ്ഞു. എങ്ങനെ കുറഞ്ഞു? ഇത്രയും വോട്ട് കിട്ടിയിട്ടും കുറഞ്ഞു അല്ലേ? അതായത് 2014 42.5% വോട്ടാണ്. അതിനേക്കാളും ഏകദേശം 7.35% വോട്ട് 2019 ബി.ജെ.പിക്ക് കൂടുതൽ കിട്ടി. ഏതാണ്ട് 50%-നടുത്ത് വോട്ട് കിട്ടിയിട്ടും ബി.ജെ.പിയുടെ 71 സീറ്റ് എന്ന് പറയുന്നത് 62 കുറഞ്ഞു. 9 സീറ്റ് അവർക്ക് ഇവിടെ കുറഞ്ഞതായിട്ട് കാണാം. അതേസമയത്ത് SP-ക്ക് കാര്യമായ നേട്ടമൊന്നും ഉണ്ടായില്ല. എന്നാൽ ആ ഒരു തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയത് മായാവതിയാണ്. ബി.എസ്.പിക്ക് 19.4% വോട്ടും 10 സീറ്റും കിട്ടി. കോൺഗ്രസ് 6.5% വോട്ടും നേടി സത്യം പറഞ്ഞാൽ ആകെ തകർന്ന് തരിപ്പണമാവുകയാണ് ചെയ്തത്. 1 സീറ്റോ മറ്റോ ആണ് അവർക്ക് ആ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. SP-ക്ക് 5 സീറ്റും കിട്ടി. അപ്പൊ അന്ന് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ SP-യും ബി.എസ്.പിയും കൂടെ ഒന്നിച്ചാണ് മത്സരിച്ചത്. മഹാഗഡ്ബന്ധനോ അങ്ങനെ എങ്ങാണ്ട് ഒരു പേരും ഉണ്ടായിരുന്നു. അപ്പൊ ഇവർ ഒന്നിച്ച് ബി.ജെ.പിയെ നേരിട്ടു. അന്ന് കോൺഗ്രസിനെ ഇവർ കൂടെ കൂട്ടിയില്ല. അപ്പൊ കോൺഗ്രസ് UPA ആയിട്ട് തന്നെയാണ് അവിടെ മത്സരിച്ചത്. വേറെ കുറെ ചെറിയ പാർട്ടികളെയൊക്കെ ഇവിടെ ചേർത്തുകൊണ്ട് അപ്പൊ 3 ടീമായിട്ടാണ് ഇവരന്ന് ഉത്തർപ്രദേശിൽ മത്സരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബി.ജെ.പിക്ക് 50%-നടുത്ത് വോട്ട് കിട്ടിയിട്ടും 9 സീറ്റ് നഷ്ടപ്പെട്ടു. കാരണം കുറെ സ്ഥലങ്ങളിലെങ്കിലും ബി.ജെ.പി വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കുവാൻ മഹാഗഡ്ബന്ധിന് സാധിച്ചു. പക്ഷെ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ബി.എസ്.പി ആണെന്ന് മനസ്സിലാക്കിയതോടെ അഖിലേഷ് യാദവ് ആ സഖ്യത്തിൽ നിന്ന് പിന്മാറുന്നു. ഇപ്പോഴാണ് പിന്നീട് നമ്മുടെ ഇന്ത്യ മുന്നണിയായിട്ട് അവർ മാറുന്നത്. അവിടെ പക്ഷേ ബി.എസ്.പി ഇല്ല. പകരം അഖിലേഷ് യാദവും കോൺഗ്രസും മറ്റു കുറെ പാർട്ടികളും കൂടെ ചേർന്നുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അപ്പൊ 2019 നിന്ന് നമ്മൾ 2024 എത്തുമ്പോൾ കണക്കുകൾ ഇവിടെ വ്യക്തമാണ്. ബി.ജെ.പിക്ക് 41.5%-നടുത്താണ് വോട്ട് കിട്ടിയിരിക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് SP ആണ്. 33.5% വോട്ട് കിട്ടിയിട്ടുണ്ട്. കോൺഗ്രസിന് 9.4% വോട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ പരിശോധിച്ച വർക്ക് ചെയ്തിരിക്കുന്നത് എന്താണ്? ജാതി രാഷ്ട്രീയമാണ്. കോൺഗ്രസിന് 10%-ൽ താഴെ വോട്ടേ ഉത്തർപ്രദേശിൽ കിട്ടിയിട്ടുള്ളൂ. സീറ്റുകളും താരതമ്യേന കുറവാണ്. എന്നാൽ SP ആണ്, സമാജ്വാദി പാർട്ടിയാണ് അവിടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ സമാജ്വാദി പാർട്ടിയുടെ ചുമലിലേറിയാണ് സത്യത്തിൽ കോൺഗ്രസ് ഉത്തർപ്രദേശിൽ ഇത്രയെങ്കിലും പിടിച്ചു നിന്നത് എന്ന് കാണാൻ സാധിക്കും. ഞാനിത് പറയാൻ കാരണം ഒരുപാട് പേര് പ്രചരിപ്പിക്കുന്നുണ്ട് ധ്രുവ് റാഠിയുടെ വീഡിയോ ആണ് ബി.ജെ.പിയുടെ തകർച്ചയ്ക്ക് കാരണമെന്ന്. അദ്ദേഹത്തിന്റെ വീഡിയോ തീർച്ചയായും കുറെ ആൾക്കാരെ സ്വാധീനിച്ചിരിക്കാം. പക്ഷേ ബി.ജെ.പിയെ തകർക്കാൻ മാത്രം ഒന്നും അദ്ദേഹത്തിന്റെ വീഡിയോ കൊണ്ട് സാധിക്കില്ല. ആകെ 2.5 കോടിയോ മറ്റോ കണ്ടിട്ടുണ്ട്. അതിൽ തന്നെ ആ വീഡിയോയ്ക്ക് കിട്ടിയിരിക്കുന്ന ലൈക്കുകളും കമന്റുകളും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് എത്ര ആൾക്കാരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന്. ഇപ്പൊ ധ്രുവ് റാഠിയുടെ വീഡിയോ കാണുന്നത് അയാളെ ഇഷ്ടപ്പെടുന്നവർ മാത്രമല്ല, അയാൾ എന്ത് പറഞ്ഞു എന്ന് കാണാൻ വേണ്ടി ബി.ജെ.പിക്കാരായിരിക്കും കൂടുതൽ അത് കണ്ടിട്ടുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ആ വീഡിയോ കാരണം ബി.ജെ.പിയെ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെ തലകുത്തനെ വീണു എന്നൊക്കെ വിശ്വസിക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇവിടെ നിലനിൽക്കുന്ന ജാതി രാഷ്ട്രീയത്തെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. SP-യും അതുപോലെ കോൺഗ്രസ് പാർട്ടിയും ഒക്കെ ഉയർത്തിവിട്ട ജാതി സെൻസസും അതോടൊപ്പം തന്നെ ഈ പറയുന്ന സംവരണം എടുത്തു മാറ്റാൻ പോകുന്നു എന്ന തരത്തിൽ പ്രചരിപ്പിച്ച പ്രചാരണങ്ങളുമാണ് ഈ ഒരു ചെറിയ തിരിച്ചടിയുടെ കാരണങ്ങളിലൊന്ന്. നേരത്തെ വിശദമായി തന്നെ നമ്മളൊരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട് എന്താണ് കാരണങ്ങൾ എന്നതിനെ പറ്റി. അപ്പൊ ഇവിടെ നമുക്ക് വ്യക്തമായും കാണാം ബെനിഫിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ജാതി പാർട്ടികളാണ്. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ബി.ജെ.പിയുടെ സീറ്റുകളുടെ എണ്ണം 2014 നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കുറയുന്നുണ്ടായിരുന്നു. 2019 9 സീറ്റ് കുറഞ്ഞു. ഇപ്പൊ കൂടുതൽ എണ്ണം കുറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ കാരണം ഈ പറയുന്ന സഖ്യവും ഒപ്പം ജാതി കാർഡും ഒക്കെ ഇറക്കിയതാണ്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ RSSന്റെ അടിത്തറയിലുള്ള ഗ്രൗണ്ട് ലെവൽ വർക്ക് ബി.ജെ.പിക്ക് ഇത്തവണ കിട്ടിയിട്ടില്ല. പിന്നെ ഓവർ കോൺഫിഡൻസ് കാരണം കുറെ ആൾക്കാർ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല. ഇതെല്ലാം ഒരു കാരണമാണ്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിന്റെ നില ഭദ്രമാണോ? ഞാൻ ഈ കണക്കുകളൊക്കെ കാണിച്ചത് മറ്റൊരു കാരണം കൊണ്ട് കൂടിയാണ്. 2019 വരെയും പ്രാദേശിക പാർട്ടികൾ ഉത്തർപ്രദേശിൽ വളരെ ശക്തമായിട്ടുണ്ടായിരുന്ന SP സമാജ്വാദി പാർട്ടി അടക്കമുള്ള പ്രാദേശിക പാർട്ടികൾ സത്യത്തിൽ ദുർബലമായി ശോഷിച്ചു നിൽക്കുന്ന ഒരു സമയമാണ്.
ആ ഒരു നിലയിലേക്ക് അവരെ കൊണ്ട് എത്തിച്ചത് ബി.ജെ.പിയുടെ മിടുക്കായിട്ടാണ് ഞാൻ കാണുന്നത്. പ്രാദേശിക പാർട്ടികൾ ഇന്ത്യക്ക് എക്കാലവും ഒരു മാരണമാണ്. ഇത് രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയാവുന്ന ആരും സമ്മതിച്ചിരുന്ന ഒരു കാര്യമാണ്. അതിപ്പോൾ DMK ആണെങ്കിലും തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിലും SP ആണെങ്കിലും BSP ആണെങ്കിലും ഏത് പ്രാദേശിക പാർട്ടി ആണെങ്കിലും ശിവസേന അടക്കമുള്ള ഏതൊരു പ്രാദേശികവാദം ഉയർത്തുന്ന പാർട്ടി ആണെങ്കിലും അത് രാഷ്ട്രത്തിന് ദോഷം ചെയ്യുമെന്ന യാഥാർത്ഥ്യം ദയവ് ചെയ്ത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം. ഇനി എന്താണ് കോൺഗ്രസിന്റെ അവസ്ഥയെന്ന് നിങ്ങൾ നോക്കൂ. അതായത് ഈ പ്രാദേശിക പാർട്ടികളെ വളർത്തി വിട്ടതിൽ തന്നെ കോൺഗ്രസിന് വലിയ പങ്കുണ്ട്. ജാതി പാർട്ടികൾ 80കളിലും 90കളിലും ഇന്ത്യയിൽ ശക്തിപ്പെടുകയും അവ പിന്നീട് പലതായി പിരിയുകയും ചെയ്തു. ഈ ജനതാദൾ എന്ന് പറയുന്ന പാർട്ടി പിന്നീട് എത്രയെത്ര പാർട്ടികളായിട്ടാണ്, അതിൽ ഓരോ നേതാവും ഓരോ പാർട്ടി ഉണ്ടാക്കി എന്നുള്ളതാണ്. എത്രയോ പാർട്ടികളായിട്ട് പിരിഞ്ഞു. ജനതാദൾ S, ജനതാദൾ U, സമാജ്വാദി പാർട്ടി, അങ്ങനെ എത്രയോ പാർട്ടികളായിട്ട് അത് പിരിയുകയും ആ പാർട്ടികളൊക്കെ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യക്ക് ഒരു ശാപം പോലെ നമ്മുടെ തലയുടെ മുകളിൽ നിൽക്കുകയാണ്. ഉത്തരേന്ത്യയിലുള്ള ജനങ്ങളുടെ മനസ്സിലുള്ള ഈ ജാതി ചിന്ത കാരണം ഇവർക്കാർക്കും ഇപ്പോഴും ഈ പാർട്ടികളിൽ നിന്ന് മോചനം കിട്ടിയിട്ടില്ല. അവരിപ്പോഴും അവരെ അന്ധമായി വിശ്വസിക്കുകയാണ്. ഇനി കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? 2019 കോൺഗ്രസിന് ഏകദേശം 19.49% വോട്ടുകളാണ് കിട്ടിയത്. 44 സീറ്റുകളാണ് അവർക്ക് ആകെ ഉണ്ടായത്. 2019 റിസൾട്ടിൽ അവർക്ക് സീറ്റുകൾ വളരെ കുറവായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത്തവണ അവർക്കത് 98 വർദ്ധിപ്പിക്കാൻ, 98-99 വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ 2019 19.4% എന്ന് പറയുന്ന വോട്ടിൽ നിന്ന് 2024 എത്തുമ്പോൾ കോൺഗ്രസിന്റെ വോട്ടിംഗ് ശതമാനം 21.1 വർദ്ധിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരു 1.5% മുകളിൽ വർധനമാണ് കോൺഗ്രസിന്റെ ആകെ വോട്ടിംഗിൽ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് കോൺഗ്രസ് സ്വന്തം കഴിവുകൊണ്ട് നേടിയെടുത്തതാണോ? ഈ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു മഹാസഖ്യം ഉണ്ടാക്കിയില്ലായിരുന്നുവെങ്കിൽ കോൺഗ്രസിന് ചിലപ്പോൾ ഒരു 10 സീറ്റ് അല്ലെങ്കിൽ 12 സീറ്റ് കൂടുതൽ കിട്ടിയേനെ, അല്ലെങ്കിൽ ഒരു 15 സീറ്റ് കിട്ടിയേനെ. 44 എന്നത് ഒരു 55 60 അല്ലെങ്കിൽ 65 ആയിട്ടൊക്കെ വർദ്ധിക്കാം. പക്ഷെ കോൺഗ്രസ് ഈ മഹാസഖ്യം ഉണ്ടാക്കി മത്സരിച്ചത് കൊണ്ട് കോൺഗ്രസിന് ഉത്തർപ്രദേശിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലായിക്കോട്ടെ സഖ്യമുണ്ടാക്കിയ പല ഇടങ്ങളിലും ഇത്തരത്തിൽ കോൺഗ്രസിന് സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് പ്രാദേശിക പാർട്ടികളുടെ ചുമലിലേറി തന്നെയാണ്. ഇപ്പൊ BJPക്ക് ഉത്തർപ്രദേശിൽ കിട്ടിയത് 33 സീറ്റുകളാണ്. RLD അഥവാ രാഷ്ട്രീയ ലോക്ദൾ എന്ന് പറയുന്ന അവരുടെ സഖ്യകക്ഷി, അതും ഈ ജനതാദളിൽ നിന്ന് വേറിട്ട് വന്നത് തന്നെയാണ് കേട്ടോ, അവരുടെ സഖ്യകക്ഷിക്ക് 2 സീറ്റുകളും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ BJP സഖ്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അവിടെ ഏറ്റവും അധികം ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത് BJP ആണ്. BJPക്ക് ഒരു അടിത്തറയും ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോലും BJP കയറി ചെല്ലുകയും അവിടെ പ്രാദേശിക പാർട്ടികൾക്കുണ്ടായിരുന്ന സ്വാധീനം ഇല്ലാതാക്കി BJP വളരുകയുമാണ് ചെയ്യുന്നത്. അത് ഇന്ത്യക്ക് ഗുണകരമായ കാര്യമാണ്. ഇപ്പോ ഒഡീഷയിലെ BJP ഇപ്പോ 24 വർഷത്തെ ബിജു ജനതാദളിന്റെ അപ്രമാദിത്വം തകർത്തുകൊണ്ട് അധികാരം പിടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ആന്ധ്രാപ്രദേശിൽ 8 സീറ്റുകൾ, നിയമസഭാ സീറ്റുകൾ വിജയിച്ചിട്ടുണ്ട്. തെലങ്കാനയിൽ BJP സ്വാധീനം ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ BJP ഓരോ സ്ഥലങ്ങളിലും കടന്നു കയറുന്നത് സ്വന്തം നിലയ്ക്കാണ്. എന്നാൽ ഈ കോൺഗ്രസ് ആണെങ്കിലോ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവർ ഓരോ സഖ്യങ്ങൾ ഉണ്ടാക്കുമ്പോഴും സത്യത്തിൽ അവിടെ ദുർബലമായി കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ആണ്. ഇപ്പൊ സമാജ്വാദി പാർട്ടിയുമായിട്ട് സഖ്യമുണ്ടാക്കി, അവിടെ അഖിലേഷ് യാദവിന് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടായി. ഉത്തർപ്രദേശിൽ അപ്രസക്തമായിരുന്ന SP ഇന്നിപ്പോ 36-37 സീറ്റുകൾ നേടിക്കൊണ്ട് ശക്തമായി തിരിച്ചു വന്നിരിക്കുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇനി ഉത്തർപ്രദേശിൽ BJPക്ക് ബദലായിട്ട് കോൺഗ്രസിന് മാറാൻ കഴിയുമെന്ന്? ഇനി ഒരിക്കലും ഉത്തർപ്രദേശിൽ കോൺഗ്രസ് പാർട്ടിക്ക് BJPക്ക് ബദലായിട്ട് മാറാൻ പറ്റില്ല. അവിടെ SP BJPയുടെ എതിരാളിയായി മാറിക്കഴിഞ്ഞു. അപ്പൊ സത്യത്തിൽ ഇവിടെ കോൺഗ്രസ് ഇപ്പൊ കുറച്ച് സീറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ദീർഘകാലത്തേക്ക് അടുത്തൊരു മണ്ടത്തരമാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. DMK ഇപ്പൊ തമിഴ്നാട്ടിൽ കോൺഗ്രസിനെ നന്നായി സുഖിപ്പിച്ച് നിർത്തുന്നുണ്ട്, കുറച്ച് സീറ്റൊക്കെ കൊടുത്തിട്ട്. അത് എന്തുകൊണ്ടാണെന്നറിയോ? DMK ഒരിക്കലും കോൺഗ്രസുമായിട്ടുള്ള സഖ്യം വിടില്ല. എങ്ങാനും കോൺഗ്രസ് അവിടെ ഒറ്റയ്ക്ക് മത്സരിച്ച് ഒരു ശക്തമായ പാർട്ടിയാകാൻ DMK ആഗ്രഹിക്കുന്നില്ല. DMK അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ കൂടെ നിർത്തുകയാണ്. അപ്പൊ നേരത്തെ തമിഴ്നാട്ടിൽ സ്വാധീനമുണ്ടായിരുന്ന കോൺഗ്രസ് പാർട്ടി ഇന്ന് DMKയുടെ മുന്നിൽ അവരുടെ ഔദാര്യത്തിന് കാത്തു നിൽക്കുന്ന സ്ഥിതി ഉണ്ടായി. DMK എന്ന് പറയുന്നത് ഒരു പ്രാദേശിക പാർട്ടിയല്ലേ. അതുപോലെ തന്നെ ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ കയറിയതോടെ കോൺഗ്രസിന്റെ കഥ കഴിഞ്ഞു. അതിനുശേഷം തൃണമൂൽ കോൺഗ്രസ് അവിടെ ശക്തിപ്പെട്ടപ്പോഴും കോൺഗ്രസിന് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, അങ്ങോട്ട് എത്തി നോക്കാൻ സാധിച്ചിട്ടില്ല. അതാണ് വാസ്തവം.
അങ്ങനെ കോൺഗ്രസ് പ്രാദേശിക പാർട്ടികൾ വളരുമ്പോൾ കൈയും കെട്ടി നോക്കി നിൽക്കുകയോ അവരുമായി സഖ്യങ്ങൾ ഉണ്ടാക്കി താൽക്കാലിക നേട്ടങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നോക്കൂ, അവർക്ക് അധികാരത്തിലേക്ക് വരാൻ പറ്റില്ല. അവരുടെ സീറ്റ് നില വർദ്ധിപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ അവരെന്ത് ചെയ്തു? അവർക്ക് തന്നെ പാരയാകാൻ ഇടയുള്ള പ്രാദേശിക പാർട്ടികൾ വളർത്തിവിട്ടിരിക്കുകയാണ്. മറിച്ച് ഉത്തർപ്രദേശിൽ സ്വന്തം നിലയിൽ കോൺഗ്രസ് പാർട്ടി വളർന്നു വന്നിരുന്നുവെങ്കിൽ അത് എല്ലാ കാലവും നിലനിൽക്കുമായിരുന്നു. സത്യത്തിൽ അതിനൊരു വലിയ അവസരം കോൺഗ്രസിന്റെ മുന്നിലുണ്ടായിരുന്നു. സമാജ്വാദി പാർട്ടിയും BSPയും ഒക്കെ BJPയുടെ കടന്നുവരവോടെ ശോഷിച്ചു നിൽക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ മുന്നിൽ വലിയൊരു അവസരം ഉണ്ടായിരുന്നു, ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ ഉത്തർപ്രദേശിൽ വളർന്നു വരാൻ. അവർ പല രീതിയിൽ ശ്രമിച്ചുവെങ്കിലും കൃത്യമായ രീതിയിൽ പരിശ്രമിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു SP-യുടെയും സഹായം ഇല്ലാതെ തന്നെ 10, 15, 20 സീറ്റൊക്കെ നേടാൻ അവർക്ക് കഴിയുമായിരുന്നു. പതുക്കെ ആണെങ്കിൽ കൂടി, ഈ സമയമെടുത്തിട്ടാണെങ്കിൽ കൂടി അവർക്ക് വളരാൻ കഴിയുമായിരുന്നു. ഇതിപ്പോ എന്താ സംഭവിക്കുന്നതെന്നറിയോ? ഇനിയിപ്പോ കോൺഗ്രസിന് ഏതെങ്കിലും ഒരു കാലത്ത് അധികാരത്തിൽ വരണമെങ്കിൽ തന്നെ ഇതുപോലെ ഒരു സഖ്യത്തിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് തെളിയുകയല്ലേ. ഈ പറയുന്ന SP-യും അല്ലെന്നുണ്ടെങ്കിൽ തൃണമൂൽ കോൺഗ്രസോ DMKയോ ഒന്നും ഇല്ലെങ്കിൽ കോൺഗ്രസിന് ഇനി ഒരിക്കലും വരാൻ പറ്റില്ല എന്നാണ് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മറുഭാഗത്ത് BJPയോ, രാജ്യത്തെ പ്രധാനപ്പെട്ട പാർട്ടികളെല്ലാം ഒന്നിച്ചിട്ടും BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി 240 സീറ്റുകൾ നേടി അവർ വീണ്ടും അധികാരത്തിൽ വരാൻ പോവുകയാണ്. അപ്പോൾ BJP വളരുന്നത് ഒറ്റയ്ക്ക് ശക്തമായിട്ടാണ്. എന്നാൽ കോൺഗ്രസോ മറ്റു പാർട്ടികളെ കൂട്ടുപിടിച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ BJPക്ക് ഉണ്ടാവുന്ന ഒരു സ്ട്രെങ്ത് കോൺഗ്രസിന് ഇല്ല എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ 2024 തെരഞ്ഞെടുപ്പ് ഫലം പ്രത്യക്ഷത്തിൽ BJPക്ക് 10-65 സീറ്റ് നഷ്ടപ്പെടുത്തിയിട്ടുള്ള തിരിച്ചടിയായിട്ടുള്ള ഒരു ഫലമാണെങ്കിൽ കൂടി കോൺഗ്രസിന്റെ കാര്യം അതിനേക്കാൾ പരിതാപകരമാണ്. 2019 അപേക്ഷിച്ച് അവർക്ക് സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിലും ഉത്തർപ്രദേശിലെ അടക്കം കണക്കുകൾ കാണിക്കുന്നത് കോൺഗ്രസ് SP-യുടെ ചുമലിലേറിയാണ് അവിടെ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ഓരോ പ്രാദേശിക പാർട്ടിയുടെയും സഹായത്താൽ തമിഴ്നാട്ടിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ DMKയുടെ സഹായത്തോടെയാണ്. ആ നിലയിലാണ് കോൺഗ്രസ് വളരുന്നത്. അതായത് കോൺഗ്രസിന് സ്വന്തമായി വളർച്ചയില്ല. കോൺഗ്രസിനേക്കാൾ കൂടുതൽ നേട്ടം എപ്പോഴും സഖ്യമുണ്ടാക്കുമ്പോൾ പ്രാദേശിക പാർട്ടികൾക്കാണ്. എന്നാൽ BJPയുടെ കാര്യത്തിൽ ഇത് തിരിച്ചാണ്. BJP ശിവസേനയുമായി സഖ്യമുണ്ടാക്കി, പക്ഷെ കൂടുതൽ നേട്ടം ഉണ്ടാക്കിയത് BJP ആണ്. ഇന്ന് മഹാരാഷ്ട്രയിൽ ശിവസേന സത്യം പറഞ്ഞാൽ വെട്ടിപ്പിളർന്ന് പണ്ടാരമായി കിടക്കുകയാണ്. ഇപ്പോ ഒഡീഷയിൽ ബിജു ജനതാദൾ ഇല്ലാതായി കഴിഞ്ഞു. അപ്പൊ ഇത്തരത്തിൽ പ്രാദേശിക പാർട്ടികളെ തകർത്തുകൊണ്ടാണ് BJP വളരുന്നത്. എന്നാൽ കോൺഗ്രസോ നിലനിൽക്കാൻ വേണ്ടി പ്രാദേശിക പാർട്ടികളെ വളർത്തിക്കൊണ്ട് ആശ്രയിച്ചുകൊണ്ടാണ് മുന്നേറുന്നത്. അപ്പൊ ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ 99 സീറ്റ് കോൺഗ്രസിന്റെ വലിയ വിജയമായിട്ടല്ല കാണേണ്ടത്. അവർ വീണ്ടും പ്രാദേശിക പാർട്ടികളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്ന ഗതികേടായിട്ടാണ് കാണേണ്ടത്.